Good morning. Good morning, ma'am. Morning. Good morning, ma'am. Good morning. Good morning, ma'am. Morning. Good morning, ma'am. Morning. 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 Morning, honey. Morning, Shana. എല്ലാവർക്കും PDF കാണാലോ.
Okay, good morning to all. ഇന്ന് കുറച്ച് പേരുള്ളല്ലോ. അപ്പൊ എല്ലാവരും പേജ് നമ്പർ 94. 83. നിങ്ങളുടെ വ്യത്യാസം ഉണ്ടാവും കേട്ടോ. 83. നമ്മൾ ടൈപ്സ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. നെക്സ്റ്റ് വരുന്നത് കെമിക്കൽ സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്. ഓക്കെ, ഷാർപ്പ് സ്പില്ലേജ് വേസ്റ്റസുകൾ നമ്മൾ ഏത് കണ്ടെയ്നറിലാണ് ഡിസ്പോസ് ചെയ്യുന്നത്? ഷാർപ്പ് സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റിൽ ഏത് കണ്ടെയ്നറാണ് യൂസ് ചെയ്യുന്നത്? ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്? പറഞ്ഞില്ലേ? പറഞ്ഞു. പഠിച്ചിട്ടുണ്ടോ? പഠിച്ചിട്ടില്ല? അറിയാന്നല്ലോ അതല്ലേ? പഞ്ചർ റെസിസ്റ്റന്റ് കണ്ടെയ്നേഴ്സ് അല്ലേ? ഓക്കെ. മെർക്കുറി സ്പില്ലേജ് ഡീകണ്ടാമിനേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഏത് സൊല്യൂഷൻ ആണ്, ഏത് കെമിക്കൽ ഏജന്റ് ആണ് ഉപയോഗിക്കുന്നത്? മെർക്കുറി സ്പില്ലേജ് വേസ്റ്റ് ഡീകണ്ടാമിനേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഏത് കെമിക്കൽ ഏജന്റ് ആണ് ഉപയോഗിക്കുന്നത്? 10% sodium thiosulfate. Okay, very good. Mercury spillage waste management first step എന്താണ്? Mercury spillage waste management first step. First step എന്താണ്? Very good. Evict the area. Evict the area. Okay. Then okay, ശരി. ഷാർപ്പ് സ്പില്ലേജ് വേസ്റ്റിൽ എന്തെല്ലാമാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്? ഷാർപ്പ് സ്പില്ലേജ് വേസ്റ്റിൽ എന്തെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്? എന്തെല്ലാം ഐറ്റംസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്? ഏതില്? സ്കാൽപ്പൽസ്, another medical tools. Okay, very good. നമുക്ക് നെക്സ്റ്റ് നോക്കാം. ഓക്കെ, വെരി ഗുഡ്. കെമിക്കൽ സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് എങ്ങനെയാണ് കേട്ടോ? First one, evaluate the states of like minor or major spill. കെമിക്കൽ സ്പില്ലേജ് വേസ്റ്റിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ അത് ആദ്യം വലിയ സ്പില്ലേജ് ആണോ ചെറിയ സ്പില്ലേജ് ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യാം. ഓക്കെ, evaluate the states of like മൈനർ ആണോ അത് മേജർ ആണോ, ചെറുതാണോ വലുതാണോ എന്ന് നമ്മൾ ആദ്യം ഐഡന്റിഫൈ ചെയ്യാം. അതാണ് അതിന് ആദ്യത്തെ സ്റ്റെപ്പ് കേട്ടോ. evaluate the states of like വലിയ കെമിക്കൽ സ്പില്ലേജ് ആണോ, അല്ലെങ്കിൽ മൈനർ ആയിട്ടുള്ള കെമിക്കൽ സ്പില്ലേജ് ആണോ, മേജർ ആയിട്ടുള്ള കെമിക്കൽ സ്പില്ലേജ് ആണോ എന്ന് ആദ്യം ഐഡന്റിഫൈ ചെയ്യും. ഓക്കെ, സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്? evict the area. evict the area, പ്രദേശം നമ്മൾ ഒഴിപ്പിക്കുക. if the spill is important, evict the area and call emergency services. എന്താണ്? അത്യാവശ്യം വലിയ സ്പില്ലേജ് ആണെങ്കിൽ, വലിയ കെമിക്കൽ സ്പില്ലേജ് ആണെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് ആ പ്രദേശം ഒഴിപ്പിക്കുക, എത്രയും പെട്ടെന്ന് എമർജൻസി സർവീസസിൽ റിപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? wear protective equipment. Persons should use suitable personal protective equipment like gloves, goggles and respirators before going to the spill to avoid connection with the chemical and avoid inhalation of chemical smoke. Okay, നമ്മൾ ഇപ്പൊ മൈനർ ആണെങ്കിലും മേജർ ആയിട്ടുള്ള കെമിക്കൽ സ്പില്ലേജ് ആണെങ്കിലും നിർബന്ധമായിട്ട് നമ്മൾ അവിടെ PPE വെയർ ചെയ്തിരിക്കണം അല്ലെ? ഒരിക്കലും നമ്മൾ എന്താണ് ആ ഒരു കെമിക്കൽ സ്മോക്ക് നമുക്ക് ശ്വസിക്കാൻ ഇടവന്ന പലതരത്തിലുള്ള ഡിഫിക്കൽട്ടീസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ അതിനാൽ തന്നെ എല്ലാത്തരം PPE വെയർ ചെയ്തിട്ടായിരിക്കും നമ്മൾ അതുമായിട്ട് കോണ്ടാക്ട് ചെയ്യേണ്ടത്. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് എന്താണ്? contain the spill. Spill contain gel. Use absorbent materials such as absorbent pads to contain the spill and prevent it from spreading. Place the material in a labeled dangerous waste bag and
bag of the container for discard. നമ്മൾ ഏതെങ്കിലും ഒരു ആപ്റ്റ് ആയിട്ടുള്ള കണ്ടെയ്ൻമെന്റ് അബ്സോർബന്റ് മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ അബ്സോർബന്റ് പാഡുകൾ ഉപയോഗിച്ചുകൊണ്ട് ആ സ്പില്ലേജ് നമ്മൾ അവിടെ നിന്ന് സ്പ്രെഡ് ആവാത്ത രീതിയിൽ നീക്കം ചെയ്യുക. നീക്കം ചെയ്തതിനു ശേഷം എന്താണ് ലേബൽ ചെയ്തിരിക്കുന്ന ഡേഞ്ചറസ് വേസ്റ്റ് ബാഗിലേക്കോ കണ്ടെയ്നറിലേക്കോ നമ്മളത് ഡിസ്കാർഡ് ചെയ്യും. ഓക്കെ, യെസ്. നെക്സ്റ്റ് എന്താണ് അടുത്ത സ്റ്റെപ്പ്? ക്ലീൻ അപ്പ് ദ സ്പിൽ അല്ലെ. ഡിസ്കാർഡ് ചെയ്തതിനു ശേഷം നമ്മൾ ആ ഏരിയ ക്ലീൻ അപ്പ് ചെയ്യണം. Use suitable spill kits or stick to the manufacturer's directive for the exact use of absorbent materials to clean up the spill. Be cautious not spread the chemical at the time of cleaning up. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? ക്ലീൻ ചെയ്യാം അല്ലെ. ആപ്റ്റ് ആയിട്ടുള്ള കണ്ടെയ്ൻമെന്റ് സ്കിൽ മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്താണ് ഡയറക്ഷൻസ് ഒക്കെ സ്വീകരിച്ചുകൊണ്ട് അത് ക്ലീൻ ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കുക എന്താണ് കെമിക്കൽ സ്പില്ല് അതിന് സ്പ്രെഡ് ആവാത്ത രീതിയിലായിരിക്കണം നമ്മൾ ആ ഒരു ഏരിയ ക്ലീൻ അപ്പ് ചെയ്യേണ്ടത്. ഓക്കെ, പിന്നെ ഇതുമായി ബന്ധപ്പെട്ട ലാസ്റ്റ് എന്താണ്? ഇതിന്റെ എല്ലാ വേസ്റ്റസിലും ഡിസ്പോസ് ചെയ്യുന്ന ഘട്ടം അല്ലെ. ഡിസ്പോസ് ഓഫ് വേസ്റ്റ്. ഓൾ മെറ്റീരിയൽസ് ദാറ്റ് ആർ കമ്മിങ് ഇൻടു കോൺടാക്ട് വിത്ത് ദ കെമിക്കൽ ഷുഡ് ബി ത്രോൺ അവേ and dangerous waste into labeled bags or containers. To local, state and federal regulations for the disposal of dangerous waste. ഇതാണ് ഡിസ്പോസ് വേസ്റ്റ്. ഇങ്ങനെയാണ് ഇത് ഡിസ്പോസ് ചെയ്യുന്നത്. കെമിക്കൽ സ്പില്ലേജ് വേസ്റ്റ് അതായത് രാസവസ്തുക്കളുമായി സമ്പർക്കം വരുന്ന എല്ലാ മെറ്റീരിയൽസും നമ്മൾ എന്ത് ചെയ്യണം? ലേബിൾ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ അപകടകരമായിട്ടുള്ള വസ്തുക്കൾ നീക്കം ചെയ്യുന്ന ബാഗിലേക്കോ കണ്ടെയ്നറിലേക്കോ ലോക്കൽ ആൻഡ് സ്റ്റേറ്റ് ഫെഡറൽ റെഗുലേഷൻസ് പ്രകാരം മാത്രമായിരിക്കണം ഈ വേസ്റ്റ്സുകൾ നമ്മൾ ഡിസ്പോസ് ചെയ്യേണ്ടത്. ഓക്കെ, ലാസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? അതിന്റെ ലാസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? report the spill അല്ലെ. report the spill. Spill should be reported to the concerned staff for documentation and investigation purpose. Okay, കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ട് ഇത് എളുപ്പമല്ലേ കെമിക്കൽ സ്പില്ലേജ്? ബാക്കിയുള്ളത് പഠിച്ചേക്കുന്നതുകൊണ്ട് ടൈപ്സ് നമുക്ക് മനസ്സിലാവുമല്ലോ. ഓക്കെ, യെസ്. അപ്പോ എല്ലാത്തിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് ഒന്ന് നോക്കി വെക്കണം. ഇവിടെ കെമിക്കൽ സ്പില്ലേജിലെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഇവാലുവേറ്റ് ദ സോൺ ലൈക്ക് മൈനർ ഓർ മേജർ സ്പിൽ. അത് മൈനർ ആണോ മേജർ ആണോ എന്നാണ് നമ്മൾ ആദ്യം ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. പിന്നെ ആ ഏരിയ എത്രയും പെട്ടെന്ന് ഒഴിപ്പിക്കുക. PP ധരിച്ചുകൊണ്ട് എന്താണ് ആ ഒരു കെമിക്കൽ അപകടത്തെ നമുക്ക് ഒഴിവാക്കുന്ന രീതിയിലുള്ള എല്ലാ എക്യുപ്മെന്റ്സ് നമ്മളോട് ധരിച്ചുകൊണ്ടായിരിക്കും അതുമായിട്ട് കോൺടാക്ട് ചെയ്യേണ്ടത്. പിന്നെ അബ്സോർബന്റ് മെറ്റീരിയൽസ് ഉപയോഗിച്ചുള്ളത് നീക്കം ചെയ്യുക. പിന്നെ എന്താണ് ആപ്റ്റ് ആയിട്ടുള്ള സ്പിൽ കിറ്റ്സുകൾ ഉപയോഗിച്ചുള്ളത് ക്ലീൻ അപ്പ് ചെയ്യുക. എല്ലാ മെറ്റീരിയൽസും നമ്മൾ ഡേഞ്ചറസ് വേസ്റ്റ് ബാഗിലേക്കോ ലേബിൾ ചെയ്തിരിക്കുന്ന ബയോഹസാർഡ് ബാഗിലേക്കോ നീക്കം ചെയ്യുക. നീക്കം ചെയ്യുന്നത് എങ്ങനെയാണ്? സ്റ്റേറ്റ് ഫെഡറൽ റെഗുലേഷൻസ് അനുസരിച്ച് മാത്രമായിരിക്കും നമ്മൾ നീക്കം ചെയ്യേണ്ടത്. അതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട്സുകൾ എന്താണ് കൺസേൺ ആയിട്ടുള്ള സ്റ്റാഫുകൾക്കുള്ള ഇൻവെസ്റ്റിഗേഷൻ പ്രോസസ്സിനായി സമർപ്പിക്കുക. ഓക്കെ, മനസ്സിലായോ? കെമിക്കൽ സ്പില്ലേജ് വേസ്റ്റ് നമ്മൾ പഠിച്ചതിന്റെ ഒരു ഫ്ലോ ചാർട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കെമിക്കൽ സ്പില്ലേജ് മാനേജ്മെന്റിന്റെ ഫ്ലോ ചാർട്ട് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, അത് ആദ്യം നമ്മളിത് കണ്ടു കഴിയുമ്പോൾ അത് ചെറുതാണോ വലുതാണോ എന്ന് നോക്കാറുണ്ട്. അപ്പൊ ചെറുതാണെങ്കിൽ മൈനർ ആണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, മേജർ ആണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഈ ഒരു ഫ്ലോ ചാർട്ടിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ, എല്ലാവർക്കും ഫ്ലോ ചാർട്ട് ക്ലിയർ ആയിട്ട് കാണാലോ? Chemical spillage management. Check first step എന്താണ്? Check major or minor spillage. Okay, ഇപ്പൊ നമുക്ക് ആദ്യം if minor ആണെങ്കിൽ minor എന്താണ്? Minor ചെറുതാണോ വലുതാണോ? Minor ചെറിയ സ്പില്ലേജ് ആണോ വലിയ സ്പില്ലേജ് ആണോ? സ്മോൾ ആയിട്ടുള്ള അല്ലെ, ചെറിയ സ്പില്ലേജ് ആണ്. അപ്പൊ ചെറിയ സ്പില്ലേജ് ആണെങ്കിൽ നമ്മുടെ ഇവിടെ ടെക്സ്റ്റിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ആദ്യത്തെ സ്റ്റെപ്പ് പുറത്ത് വരേണ്ടതാണ്. നിങ്ങളുടെ കറക്റ്റ് ആയിരിക്കുള്ളൂ അല്ലെ, നിങ്ങളുടെ കറക്റ്റ് ആയിരിക്കും. മേജറിന് താഴെയല്ലേ അന്തർ ഇമ്മീഡിയറ്റ്ലി കംപ്രസിംഗ് സേഫ്റ്റി ഓഫീസേഴ്സ് എന്ന് വന്നിരിക്കുന്നത്? ആണോ? ഇങ്ങനെ തന്നെയാണോ വന്നേക്കുന്നത്? ഇങ്ങനെ തന്നെയാണോ വന്നേക്കുന്നത്? കറക്റ്റ് ചെയ്യാം കേട്ടോ. ഞാൻ പറയുന്നത് വ്യക്തമായി കേട്ട് അത് കറക്റ്റ് ചെയ്യാം. ഇഫ് മൈനറിന് താഴെ ആരോ മാർക്ക് ഇട്ടതിന് ശേഷം വരേണ്ട കാര്യങ്ങള് നോട്ടിഫൈ അതേഴ്സ് ആണ്. ഇത് ഇങ്ങോട്ടാക്കാം, ഇപ്പുറത്തുനിന്ന് ഇങ്ങോട്ടാക്കാം കേട്ടോ. അത്രേ ഉള്ളൂ. നോട്ടിഫൈ അതേഴ്സ് ആണ് മൈനറിൽ വരേണ്ടത്. വലിയ സ്പില്ലേജ് വേസ്റ്റ് ആണെങ്കിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇമ്മീഡിയറ്റ്ലി സേഫ്റ്റി ഓഫീസേഴ്സിനെ നമ്മൾ അറിയിക്കേണ്ടത്. നിങ്ങളുടെ ടെക്സ്റ്റ് നോക്കിയേ കറക്റ്റ് ആണോ എന്ന്. ഇപ്പൊ പിന്നെ ഇല്ലാന്ന് പറഞ്ഞെന്താ? നോ നോ എന്ന് പറഞ്ഞെന്താ? ഓക്കെ, അങ്ങനെ തന്നെയാ. ശരി.
ഓക്കെ, നമുക്ക് മൈനർ ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം കേട്ടോ. അപ്പൊ ചെറിയൊരു കെമിക്കൽ സ്പില്ലേജ് വേസ്റ്റ് ആണ്, നമ്മൾ എത്രയും പെട്ടെന്ന് മറ്റുള്ളവരെ അറിയിക്കുന്നു. പിന്നെ എന്താണ്, ആ ഏരിയ നമ്മൾ എന്ത് ചെയ്യുന്നു, ഐസൊലേറ്റ് ചെയ്യുന്നു. ഐസൊലേറ്റ് ഏരിയ PPE. ആ പ്രദേശം നമ്മൾ ഒഴിച്ചതിന് ശേഷം നിർബന്ധമായിട്ട് നമ്മൾ PPE വെയർ ചെയ്യുന്നു. Then control the spill of liquid by containing will use acid or alkali and place absorbed pads. നമ്മൾ ഇനി ആ സ്പില്ല് കണ്ടെയ്ൻ ചെയ്യണം, അതിന് ആപ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ്, അതായത് ചോർച്ച മാറ്റുന്നതിന് വേണ്ടിയിട്ട് ആപ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്താണ് പ്രത്യേകിച്ച് അബ്സോർബൻ പാഡ്സുകൾ ഉപയോഗിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആസിഡ് ഓർ ആൽക്കലി ഉണ്ടെങ്കിൽ അതൊക്കെ അബ്സോർബൻ പാഡ്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ അത് എന്ത് ചെയ്യുന്നു, ആ ദ്രാവക ചോർച്ച നമ്മൾ അവിടെ നിയന്ത്രിക്കുന്നു. ഫസ്റ്റ് പോയിന്റ് ടെക്സ്റ്റിലില്ലേ, നോട്ടിഫൈ അതേഴ്സ് എന്നുള്ളതില്ലേ പിള്ളേരെ ടെക്സ്റ്റില്? ഇതേ ഇവിടെ കിടപ്പുണ്ടല്ലോ, ഉണ്ട്, നോക്കിട്ടോ. നോട്ടിഫൈ അതേഴ്സ് എന്നുള്ളതുണ്ട്, ഇല്ലെങ്കിൽ നിങ്ങൾ അവിടെ എഴുതി ചേർക്കുക, ഇല്ലാത്തവര് ഉണ്ട്. സ്പില്ല് കണ്ടെയ്ൻ ചെയ്യുന്ന ശേഷം അടുത്ത സ്റ്റെപ്പ് എന്താണ്, ഡിസ്കാർഡ് അക്കോർഡിംഗ് ടു റൂൾസ് അല്ലെ. അതെങ്ങനെയാണോ ഡിസ്കാർഡ് ചെയ്യേണ്ടത് ആ റൂൾസ് പ്രകാരം നമ്മൾ എന്ത് ചെയ്യണം, ആ ഏരിയയിലുള്ള മെറ്റീരിയൽസ് നമ്മളത് ആ റൂൾ പ്രകാരം, അതായത് ഏത് റൂൾസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എടോ ടീച്ചർ അതാണ് പറഞ്ഞത്, അതർ ഇമ്മീഡിയറ്റ് എന്നുള്ളത് ഇപ്പുറത്തേക്ക് ആക്കുക, മേജറിലോട്ട് ആക്കുക. മനസ്സിലാവണല്ലേ പറയുന്നേ? ഒന്ന് ശ്രദ്ധിച്ചേ. എടോ മൈനർ ആണെങ്കിൽ, ചെറിയ സ്പില്ലേജ് വേസ്റ്റ് ആണ് നമ്മൾ നോട്ടിഫൈ അതേഴ്സ് എന്നാണ് അതിന്റെ താഴെ വരേണ്ടത്. വലുതാണെങ്കിൽ മാത്രമാണ് നമ്മൾ സേഫ്റ്റി ഓഫീസറിനെ പെട്ടെന്ന് വിവരം അറിയിക്കേണ്ടത്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കിടക്കുന്നുണ്ടെന്നുള്ളൂ കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും ഈ 2 പോയിന്റ്സ് മാറിയിട്ടുള്ളത്, അപ്പുറത്തോട്ടൊന്ന് കറക്റ്റ് ചെയ്താൽ മതി. മനസ്സിലായില്ല എല്ലാവർക്കും? ആ, ചിലവരുടെ ടെക്സ്റ്റ് ചിലപ്പോ കറക്റ്റ് അല്ലായിരിക്കും, അതുകൊണ്ടാണ്. ഓക്കെ, യെസ്. ഡിസ്കാർഡ് ചെയ്യേണ്ടത് നമ്മൾ പറഞ്ഞ ഏതൊക്കെ റൂൾസ് പ്രകാരമാണ് നമ്മൾ മെറ്റീരിയൽസ് ഡിസ്കാർഡ് ചെയ്യുന്നത്, വേസ്റ്റ് മെറ്റീരിയൽസ് സ്റ്റേറ്റ് ഫെഡറൽ റെഗുലേഷൻസ് അനുസരിച്ചിട്ടാണ് നമ്മൾ ഡിസ്കാർഡ് ചെയ്യുന്നത്. അതാണ് ഡിസ്കാർഡിങ് അക്കോർഡിംഗ് ടു റൂൾസ് എന്ന് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. പിന്നെ എന്താണ്, ഡീകണ്ടാമിനേറ്റ് ആൻഡ് ക്ലീൻ ഏരിയ. ആ ഏരിയ നമ്മൾ ഡീകണ്ടാമിനേറ്റ് ചെയ്യുന്നു, ക്ലീൻ അപ്പ് ചെയ്യുന്നു. പിന്നെ റേസ് ഇൻസിഡന്റ് ഫോംസ് തയ്യാറാക്കുന്നു. എന്താണ് റേസ് ഇൻസിഡന്റ് ഫോംസ്? നമ്മൾ എല്ലാ സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റിന്റെ താഴെ ഒരു സ്റ്റെപ്പ്, ലാസ്റ്റ് സ്റ്റെപ്പ് ഏതായിരുന്നു, റിപ്പോർട്ട് ദ സ്പില്ല് അല്ലെ. അതാണ് റേസ് ഇൻസിഡന്റ് ഫോംസ് എന്ന് പറയുന്നത്. അതായത് ഒരു ഇൻസിഡന്റ് ഫോമുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം കാര്യങ്ങൾ അതിലുണ്ടായിരിക്കും, എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടായിരിക്കും റിപ്പോർട്ടില്? ഡേറ്റ്, ടൈം, ലൊക്കേഷൻ. ഫസ്റ്റ് വരുന്ന എന്തൊക്കെയാണ് ആ റിപ്പോർട്ടില്? ഡേറ്റ് ഉണ്ടായിരിക്കും, എപ്പോഴാണ് ടൈം ഉണ്ടായിരിക്കും, ലൊക്കേഷൻ ഉണ്ടായിരിക്കും. പിന്നെ എന്തൊക്കെ എന്താണ്, അതായത് ഏത് ടൈപ്പ് ആണോ സ്പില്ലേജ് വന്നിരിക്കുന്നത് അതിനനുസരിച്ചിട്ട് എല്ലാ കംപ്ലീറ്റ് ഡിസ്ക്രിപ്ഷൻസും ആ റിപ്പോർട്ട്സിൽ നമ്മൾ ഓൾറെഡി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും കേട്ടോ. അതാണ് റേസ് ഇൻസിഡന്റ് ഫോംസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതെല്ലാം എങ്ങനെയുള്ള സ്പില്ലേജിലാണ് നമ്മൾ പറയുന്നത്? എങ്ങനെയുള്ള സ്പില്ലേജിലാണ്? കെമിക്കൽ മൈനർ സ്പില്ലേജ് വേസ്റ്റിലാണ് കേട്ടോ. മൈനർ സ്പില്ലേജ് വേസ്റ്റിലാണ് നമ്മൾ നോട്ടിഫൈ അതേഴ്സിനെ വിവരം അറിയിക്കും, മറ്റുള്ളവരെ വിവരം അറിയിക്കുന്നു, ആ ഏരിയ പെട്ടെന്ന് ഒഴിപ്പിക്കുന്നു, PPE വെയർ ചെയ്യുന്നു, ആവശ്യമായിട്ടുള്ള കണ്ടെയ്ൻമെന്റ് മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ സ്പില്ല് കണ്ടെയ്ൻ ചെയ്യുന്നു, റൂൾസ് പ്രകാരം അത് ഡിസ്കാർഡ് ചെയ്യുന്നു, ആ ഏരിയ ഡീകണ്ടാമിനേറ്റ് ചെയ്യുന്നു, റിപ്പോർട്ട്സുകൾ തയ്യാറാക്കുന്നു. മനസ്സിലായോ? ഇത്രയുള്ളത്. യെസ്. നെക്സ്റ്റ് മേജർ ആണെങ്കിൽ, കെമിക്കൽ സ്പില്ലേജ് മേജർ ആണെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്നുള്ള സ്റ്റെപ്പ് എന്താണ്? അത് ഇമ്മീഡിയറ്റ്ലി കംപ്രസിംഗ് ഓഫ് സേഫ്റ്റി ഓഫീസേഴ്സ്. എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ ആരെ അറിയിക്കണം? സോറി, നോട്ടിഫൈ ഇമ്മീഡിയറ്റ്. അങ്ങനെ തന്നെയാണോ കിടക്കുന്നത് നിങ്ങളുടെ ആ സെന്റൻസ്? അങ്ങനെ തന്നെയാണോ? അത് ഇമ്മീഡിയറ്റ്ലി കംപ്രസിംഗ് ഓഫ് സേഫ്റ്റി ഓഫീസേഴ്സ് തന്നെയാണോ കിടക്കുന്നത്? നോക്കിയേ പിള്ളേരെ, എന്തെങ്കിലും കറക്ഷൻ ഉണ്ടോ ടെക്സ്റ്റിൽ? നോക്കിയേ കറക്റ്റ് ആണോ? സേഫ്റ്റി ഓഫീസേഴ്സിനെ വിവരം അറിയിക്കുക എന്നുള്ളത് തന്നെയല്ലേ അവിടെ കിടക്കുന്നത്? കറക്റ്റ് ആണ്. യെസ്. ഓക്കെ, വിവരം അറിയിച്ചതിന് ശേഷം, അത് റിപ്പോർട്ട് ചെയ്തതിനു ശേഷം ആ ഏരിയ നമ്മൾ എന്ത് ചെയ്യണം? എവിക്ട് അല്ലെ, എവിക്ട് ഏരിയ. ഓക്കെ ഓക്കെ, ശരി ശരി, ടൈപ്പ് ചെയ്യണ്ടോ? ഓക്കെ, എവിക്ട് ദ ഏരിയ. ആ ഏരിയ ഒഴിപ്പിക്കുന്നു. പ്രിവെന്റ് അതർ ഫ്രം എൻറ്ററിംഗ് ദ ഏരിയ. മറ്റുള്ളവർ ആരെയും തന്നെ നമ്മൾ എന്താണ് അതിനകത്തേക്ക് പ്രവേശിപ്പിക്കില്ല, ആരെയും തന്നെ അകത്തേക്ക് പ്രവേശിപ്പിക്കാതിരിക്കാനായിട്ട് അതെല്ലാം പ്രിവെന്റ് ചെയ്യുക. വാച്ച് ഫോർ ദ ഫയർ ഈസ് ഇൻഫ്ലാമബിൾ കെമിക്കൽസ് ആൻഡ് മാനേജ് പ്രോപ്പർലി.
ഇനി നമുക്കറിയാം ഇതൊരു കെമിക്കൽ സ്പില്ലേജ് വേസ്റ്റ് ആയതുകൊണ്ട് തന്നെ അതിൽ എന്തെങ്കിലും തരത്തിലുള്ള ചെറിയ രാസവസ്തുക്കൾ ഉണ്ടാവാൻ സാധ്യത ഉണ്ട് അല്ലെ. ചില രാസവസ്തുക്കൾ മൂലം ചിലപ്പോൾ എന്തുണ്ടാവാനുള്ള സാധ്യതയുണ്ട്, തീപിടുത്തം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതിനാൽ തന്നെ ശരിയായി നമ്മളത് ശ്രദ്ധിക്കുകയും കൈകാര്യം ചെയ്യുകയും ചെയ്യുക. ഓക്കെ, പ്രോപ്പർ ആയിട്ട് കെമിക്കൽ മാനേജ് ചെയ്തേ മതിയാവും. കാരണം എന്തെങ്കിലും തരത്തിലുള്ള കണ്ടൻസുകൾ ഇൻഗ്രീഡിയൻസ് എന്തെങ്കിലും ചിലപ്പോൾ അതിൽ നിന്ന് തീപിടുത്തം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോ യെസ്, ഇതിലും ലാസ്റ്റ് എന്ത് വരുന്നുണ്ട്, റേസ് ഇൻസിഡന്റ് ഫോംസ് ലാസ്റ്റും എല്ലാത്തിലും വരുന്നുണ്ട് കേട്ടോ. റിപ്പോർട്ട് ദ സ്പിൽ എന്ന ഭാഗം എല്ലാം അതിൽ വരുന്നുണ്ട്. ഇതിൽ കൊടുത്തിട്ടില്ല, നിങ്ങൾ താഴെ ഒരു ആരോ മാർക്ക് ഇട്ടിട്ട് എഴുതിക്കോളൂ കേട്ടോ. റേസ് ഇൻസിഡന്റ് ഫോംസ് എന്ന് താഴെ ഒരു ആരോ മാർക്ക് ഇട്ടിട്ട് എഴുതിക്കോളൂ. ഇവിടെ കൊടുത്തിട്ടില്ല. റേസ് ഇൻസിഡന്റ് ഫോം എന്ന് താഴെ ഒരു ആരോ മാർക്ക് ഇട്ടതിന് ശേഷം എഴുതാം. യെസ്, ഇപ്പൊ മേജർ കെമിക്കൽ സ്പില്ലേജ് വേസ്റ്റ് ആണെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് സേഫ്റ്റി ഓഫീസറിനെ വിവരം അറിയിക്കുന്നു, ആ ഏരിയ ഒഴിപ്പിക്കുന്നു, മറ്റൊരാൾ അതിനകത്തേക്ക് പ്രിവെന്റ് ചെയ്യുന്നു, ആരെയും അതിനകത്തേക്ക് പ്രവേശിപ്പിക്കില്ല. പ്രത്യേകിച്ച് കെമിക്കൽ സ്പില്ലേജ് നമ്മൾ കൃത്യമായിട്ട് പ്രോപ്പർ ആയിട്ട് ഹാൻഡിൽ ചെയ്യേണ്ടതുണ്ട്. കാരണം ഒരു തീപിടുത്തത്തിനുള്ള സാധ്യത ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ എന്താണ് പ്രോപ്പർ ആയിട്ട് തന്നെ നമ്മൾ മാനേജ് ചെയ്യേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട്സുകൾ സമർപ്പിക്കുക. ഓക്കെ, ഫ്ലോ ചാർട്ട് ക്ലിയർ ആണോ എല്ലാവർക്കും? നിങ്ങൾ ഈ ഒരു സ്പില്ലേജിന്റെ ഭാഗത്ത് ആകെ പഠിക്കേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ. കെമിക്കൽ സ്പില്ലേജിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് മാത്രം പഠിക്കാം കേട്ടോ. ബാക്കിയൊന്നും പഠിക്കേണ്ടെന്നല്ല, ബാക്കി അതിൽ നിന്നൊന്നും ചോദ്യങ്ങൾ ഇതുവരെ വന്നിട്ടില്ല. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്, ഇഫ് മൈനറോ മേജർ ആണോ എന്ന് മാത്രം നമ്മൾ ഐഡന്റിഫൈ ചെയ്യാം. അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഇത് ഓർത്ത് വയ്ക്കുക കേട്ടോ. ബാക്കിയൊക്കെ ക്വസ്റ്റ്യൻ കണ്ടാൽ എഴുതാൻ പറ്റും. നെക്സ്റ്റ് ടൈപ്പ് ഏതാണ് പിള്ളേരെ? റേഡിയോ ആക്റ്റീവ് സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്. റേഡിയോ ആക്റ്റീവ് സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്. റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസിന്റെ സ്പിൽ എങ്ങനെയാണ് നമ്മൾ മാനേജ് ചെയ്യുന്നത്? Radioactive spillage can be dangerous to human health and the environment. Steps to be taken for managing radioactive spillage waste. Okay, നമുക്കറിയാം ഈ ഒരു വേസ്റ്റ് പ്രകാരം എന്താണ്, റേഡിയോആക്റ്റീവ് വേസ്റ്റ് മനുഷ്യനും പ്രകൃതിക്കും ഒരേപോലെ തന്നെ ദോഷകരമാക്കുന്നത് തന്നെയാണ്. അപ്പൊ പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്യാന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്, ഇവാക്യുവേറ്റ് ദ ഏരിയ. If the spill is notable, evacuate the area and call emergency services. നമ്മൾ എത്രയും പെട്ടെന്ന് എന്താണ് ആ ഒരു ഏരിയ, ആ ഒരു പ്രദേശം ഒഴിപ്പിക്കുക, എത്രയും പെട്ടെന്ന് എമർജൻസി സർവീസസിന്റെ വിവരം അറിയിക്കുക. Then അടുത്ത സ്റ്റെപ്പ് എന്താണ്, wear protective equipment. Person should use apt personal protective equipment such as gloves, goggles, respirators, and before going to the spill to avoid connection with the radioactive material and prevent contained material and prevent കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് അടുത്ത എന്തെങ്കിലും സെന്റൻസ് അവിടെ വന്നിട്ടുണ്ടോ നിങ്ങളുടെ ടെക്സ്റ്റില്? പ്രിവെന്റ് ഇറ്റ് എന്നാണോ? ഓക്കെ, then contain the spill എന്ന് പറയുന്നത് അടുത്ത സ്റ്റെപ്പ് ആയിട്ടല്ലേ കിടക്കുന്നത്? contain the spill എന്ന് പറഞ്ഞത് അടുത്ത സ്റ്റെപ്പ് ആയിട്ടാണ് കിടക്കുന്നത്. നോക്കിയേ, ആണോ? ഓക്കെ, അപ്പൊ സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്, പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സുകൾ ധരിച്ചുകൊണ്ടായിരിക്കും നമ്മൾ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസുമായിട്ട് സമ്പർക്കം വരേണ്ടത്. ഓക്കെ, ദെൻ അതുമായി എന്താണ് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ അതിൽ കണക്ഷൻ വരാൻ പാടുള്ളതല്ല. ഓക്കെ, പിന്നെ സ്പിൽ കണ്ടെയ്ൻ ചെയ്യണം അല്ലെ, കണ്ടെയ്ൻ ദ സ്പിൽ. യൂസ് അബ്സോർബന്റ് മെറ്റീരിയൽ ലൈക്ക് സാൻഡ് ഓർ അബ്സോർബ്ഡ് പാക്സ്. ഇവിടെ നമ്മൾ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസിന്റെ വേസ്റ്റസുകൾ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ അത് സ്പിൽ കണ്ടെയ്ൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചില മെറ്റീരിയൽസ് ഉപയോഗിക്കുന്നത് അബ്സോർബന്റ് പാഡുകളുടെ കൂടെ തന്നെ എന്താണ് സാൻഡിന്റെ മെറ്റീരിയൽ. സാൻഡ് എന്താണ്, സാൻഡ് എന്താ പിള്ളേരെ? സാൻഡ് ആണല്ലേ അല്ലെ? യെസ്. അതുമായി ബന്ധപ്പെട്ട് ചില മെറ്റീരിയൽസുകളുണ്ട്, അതൊക്കെ ഉപയോഗിച്ചിട്ടാണ്, അതായത് മണൽ പോലുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അതോടൊപ്പം തന്നെ എന്താണ് അബ്സോർബന്റ് പാഡ്സ് ഉപയോഗിക്കുന്നത്. അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ സ്പ്രെഡ് ആവാത്ത രീതിയിൽ അത് ആഗിരണം ചെയ്ത് അത് മാറ്റിയെടുക്കുന്നത്. ഓക്കെ, ആൻഡ് പുട്ട് ദ മെറ്റീരിയൽ ഇൻ എ ലേബിൾഡ് റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് ബാഗ് ആൻഡ് ഡിസ്കാർഡ് ഡിസ്പോസൽ. ഓക്കെ, ദെൻ ഈ കണ്ടെയ്ൻ ചെയ്ത മെറ്റീരിയൽ നമ്മൾ ഏത് ബാഗിലേക്കാണ് ഡിസ്പോസ് ചെയ്യുന്നത്? ലേബൽ റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് ബാഗ് അല്ലെ, ലേബൽ ചെയ്തിരിക്കുന്ന റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് ബാഗിലേക്ക് ആയിരിക്കണം നമ്മളിത് ഡിസ്പോസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഡിസ്കാർഡ് ചെയ്യേണ്ടത്. ഓക്കെ, സ്പില്ലപ്പ് അബ്സോർബന്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ട് സാൻഡോ അല്ലെങ്കിൽ അബ്സോർബന്റ് പാഡുകൾ ഉപയോഗിച്ചുകൊണ്ട് ആ സ്പില്ല് നമ്മൾ
സ്റ്റോർ ചെയ്തിട്ട് ലേബിൾ ചെയ്തിരിക്കുന്ന റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് ബാഗിലേക്കായിരിക്കണം അത് ഡിസ്പോസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ അതിന്റെ അണ്ടർലൈൻ ചെയ്തേ, put in the material in a labeled radioactive waste bag and discard disposal. Okay. Then clean up the spill. Use suitable spill kits or other to the manufacturer's directive for the proper use of absorbent materials to clean up the spill. Cautious not to spread the radioactive material during cleanup. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ആ ഏരിയ നമ്മൾ ക്ലീൻ ചെയ്യാനുള്ളതാണ്. കണ്ടെയ്ൻ ചെയ്തതിനു ശേഷം ആ ഏരിയ നമ്മൾ ആപ്റ്റ് ആയിട്ടുള്ള കണ്ടെയ്ൻമെന്റ് മെറ്റീരിയൽസ് സ്പിൽ കിറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് എന്താണ് റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസുകൾ സ്പ്രെഡ് ആവാത്ത രീതിയിൽ വളരെയധികം ശ്രദ്ധയോടുകൂടി എന്താണ് അത് ക്ലീൻ ചെയ്യുക. ഓക്കെ, ക്ലീൻ ചെയ്തതിനു ശേഷം അടുത്ത സ്റ്റെപ്പ് എന്താണ്? ആ വേസ്റ്റ് ക്ലീൻ ചെയ്ത വേസ്റ്റ് നമുക്ക് ഡിസ്പോസ് ചെയ്യണം അല്ലെ, ഡിസ്പോസ് ഓഫ് വേസ്റ്റ്. ഓൾ മെറ്റീരിയൽ ദാറ്റ് കം ഇൻ ടു കോൺടാക്ട് വിത്ത് ദ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ should be discarded as radioactive waste in a labeled bags or container. Follow local, state and federal regulations for the disposal of radioactive waste. എന്താണ് നമ്മൾ ഇനി ചെയ്യേണ്ടത്? റേഡിയോആക്റ്റീവുമായി ബന്ധപ്പെട്ട് വരുന്ന മെറ്റീരിയൽസ് നമ്മൾ എന്താണ് റേഡിയോ ആക്റ്റീവ് ലേബിളിൽ ചെയ്തിരിക്കുന്ന ബാഗിലേക്ക് ഡിസ്കാർഡ് ചെയ്യുക. അത് ഡിസ്കാർഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? ലോക്കൽ, സ്റ്റേറ്റ്, ഫെഡറൽ റെഗുലേഷൻസ് അനുസരിച്ചിട്ട് മാത്രമായിരിക്കണം റേഡിയോ ആക്റ്റീവ് വേസ്റ്റ്സ് നമ്മൾ ഡിസ്പോസ് ചെയ്യേണ്ടത്. Then last എന്താണ്? Report the spill. Spill should be intimated to the concerned staff for documentation and investigation. Okay, മനസ്സിലായോ? Yes. Radioactive spillage waste ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ വളരെ? Evacuate the area. Okay, very good. Yes. Then radioactive spillage waste നമ്മൾ ഏത് ബാഗിലാണ് ഡിസ്പോസ് ചെയ്യുന്നത്? റേഡിയോആക്റ്റീവ് സ്പില്ലേജ് വേസ്റ്റ് നമ്മൾ ഏത് ബാഗിലാണ് ഡിസ്പോസ് ചെയ്യുന്നത്? ലേബിൾഡ് റേഡിയോ ആക്റ്റീവ് ബാഗ് അല്ലെ, ലേബിൾഡ് റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് ബാഗിലേക്കായിരിക്കണം ഡിസ്പോസ് ചെയ്യേണ്ടത്. ഓക്കെ, അവിടെ അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ഓക്കെ, ക്ലിയർ അല്ലേ എല്ലാവർക്കും? അടുത്ത സ്റ്റെപ്പ് എന്താണ്? സ്പിൽ ഇൻ ലബോറട്ടറി ഏരിയ മൈക്രോബയൽ കൾച്ചേഴ്സ്. അടുത്ത ടൈപ്പ് ഓഫ് സ്പില്ലേജ് ആണ് സ്പിൽ ഇൻ ലബോറട്ടറി ഏരിയയിലെ സ്പിൽ എങ്ങനെയാണ്, അല്ലെങ്കിൽ മൈക്രോബയൽ കൾച്ചർ. എന്താണ് മൈക്രോബയൽ കൾച്ചേഴ്സ് എന്ന് പറയുന്നത്? മൈക്രോബയൽ കൾച്ചേഴ്സ് നമ്മൾ ചില സാഹചര്യങ്ങളിൽ സൂക്ഷ്മജീവികൾ ഉപയോഗിക്കാറുണ്ടോ ചില ലബോറട്ടറി പർപ്പസസിന് വേണ്ടിയിട്ട്? യെസ്, മൈക്രോ ഓർഗാനിസത്തിനെ വളർത്താറുണ്ട്. അല്ലാതെ നമ്മുടെ നിയന്ത്രിതമായിട്ടുള്ള സാഹചര്യങ്ങളിൽ സൂക്ഷ്മജീവികളെ വളർത്തുന്ന പ്രക്രിയയാണ് മൈക്രോബയൽ കൾച്ചേഴ്സ് എന്ന് പറയുന്നത്. അല്ലെ, നിയന്ത്രിതമായിട്ടുള്ള സാഹചര്യങ്ങളിൽ സൂക്ഷ്മജീവികളെ മൈക്രോ ഓർഗാനിസത്തിനെ വളർത്തുന്ന ഒരു പ്രക്രിയയാണ് മൈക്രോബയൽ കൾച്ചേഴ്സ് എന്ന് പഠിക്കുന്നത്. അതായത് പല രോഗങ്ങൾ നിർണ്ണയിക്കാനും അതിന് പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, റിസർച്ച് പർപ്പസസിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളത് മൈക്രോ ഓർഗാനിസത്തിനെ വളർത്തുന്നത്. ഓക്കെ, യെസ്. അപ്പോ ലബോറട്ടറി ഏരിയയിൽ എന്താണ് അതുമൂലം ഉണ്ടാകുന്ന സ്പിൽ ഉണ്ടാകാനുള്ള സാധ്യത? അതായത് ബാക്ടീരിയ, വൈറസ് മുതലായിട്ടുള്ള ഇത്തരം മെറ്റീരിയൽസ്, ഇത്തരം സൂക്ഷ്മാണുക്കൾ ഉള്ളത് കൊണ്ട് തന്നെ എന്താണ് അതിൽ നിന്നുള്ള സ്പിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ ആദ്യം ലബോറട്ടറി ഏരിയയിലെ സ്പില്ല് നമ്മൾ മാനേജ് ചെയ്യുമ്പോൾ ആദ്യം യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? യൂസ് PPE. ഇവിടെ എന്തൊക്കെ മെറ്റീരിയൽ ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്? ലാബ് കോട്ട്, കെമിക്കൽ റെസിസ്റ്റന്റ് ഗ്ലൗസ്, സേഫ്റ്റി ഗ്ലൗസ് ആൻഡ് മാസ്ക്. ഓക്കെ, ഇവിടെ ഉപയോഗിക്കുന്ന PPE എന്ന് പറയുന്നത് ഇതൊക്കെയാണ് കേട്ടോ. അതൊന്ന് നോട്ടിഫൈ ചെയ്യാൻ, അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ലാബ് കോട്ട് ഉണ്ട്, കെമിക്കൽ റെസിസ്റ്റന്റ് ഗ്ലൗസസ് ഉണ്ട്, സേഫ്റ്റി ഗ്ലൗസ് ആൻഡ് മാസ്ക്. ഓക്കെ, PPE ഇതിൽ ഇതാണ് ഉൾപ്പെടുന്നത്. ലബോറട്ടറി ഏരിയയിലെ സ്പിൽ എന്ന് പറയുന്നത് ഇത്തരം മെറ്റീരിയൽസ് ആണ്. നെക്സ്റ്റ് വൺ, നോട്ടിഫൈ ഓൾ പേഴ്സൺസ് ഇൻ ഇമ്മീഡിയറ്റ് ഏരിയ, വെക്കേറ്റ് ദ ഏരിയ. Cover the spill with absorbent material drenched in the right certificate. Hypochlorite solution with a concentration of 1.0% available chlorine and 80% ethanol. Okay. ഇനി നമ്മൾ ഈ ഒരു ഏരിയയിൽ എത്രയും പെട്ടെന്ന് എന്താണ് ആ ഏരിയ എപ്പോഴും ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ നമ്മൾ എല്ലാ പേഴ്സൺസിന്റെ വിവരം അറിയിച്ചതിന് ശേഷം ആ ഏരിയ നമ്മൾ എത്രയും പെട്ടെന്ന് വെക്കേറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ആ സ്പിൽ ഒന്ന് കവർ ചെയ്യണം. എങ്ങനെയാണ് കവർ ചെയ്യേണ്ടത്? അബ്സോർബന്റ് മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ട്, അതായത് ആഗിരണം ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ടത്
ഡിസിൻഫെക്ട് ചെയ്യാനായിട്ട് ഡ്രെയിൻ ചെയ്യാനായിട്ട് നമ്മൾ മുക്കി വെക്കും. മുക്കി വെക്കാന്നൊക്കെ പറയില്ല നമ്മള്. യെസ്, മുക്കി വെക്കാന്നല്ല അതിന് മലയാളത്തിൽ പറയുന്നത്. ഡ്രെയിൻ ചെയ്യാന്ന് പറയുന്നത് എന്താ? ഡ്രെൻച്ച്, സോക്ക് എന്നൊക്കെ പറയുമല്ലോ, അതേപോലെ. യെസ്, അത് ഡിസിൻഫെക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് അല്ലെങ്കിൽ കെമിക്കൽ ഏജൻസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? നമ്മള് ഹൈപ്പോക്ലോറിക് സൊല്യൂഷനില് 1% ക്ലോറിനും 80% എത്തനോൾ ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് ഡിസിൻഫെക്ട് ചെയ്യാനായിട്ട് സോക്ക് ചെയ്ത് വെക്കുന്നത്. മനസ്സിലായോ? നമ്മൾ കവർ ചെയ്തിരിക്കുന്ന സ്പിൽ അല്ലെങ്കിൽ കണ്ടെയ്ൻ ചെയ്തിരിക്കുന്ന സ്പില്ലിൽ നമ്മൾ എന്തൊക്കെ സൊല്യൂഷൻസ് ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്? ഹൈപ്പോക്ലോറിക് സൊല്യൂഷനില് 1% അവയിൽ ക്ലോറിനും 80% എത്തനോളും ഉപയോഗിച്ചിട്ടാണ് നമ്മളത് ഡിസിൻഫെക്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. അണ്ടർലൈൻ ചെയ്തേ. ഓക്കെ, യെസ്. ഇനി ഇങ്ങനെ വെച്ചതിന് ശേഷം ഇതിങ്ങനെ മുക്കി വെച്ചതിന് ശേഷം എന്താണ്? ഒരു 10 to 30 മിനിറ്റ്സ് നമ്മളത് എന്ത് ചെയ്യണം? അതൊന്ന് ലീവ് ചെയ്തുകൂടാ അല്ലെ? 10 to 30 മിനിറ്റ്സ് എങ്കിലും അതങ്ങനെ ഇരിക്കണം. ഓക്കെ, ലീവ് 10 to 30 മിനിറ്റ്സ് ആഫ്റ്റർ pouring disinfectant solution around the spill. Rub the nearby area using disinfectant solution and clean the spillage and disinfectant solution and shift all polluted material to an appropriate waste container. നമ്മൾ ഏകദേശം ഒരു 30 മിനിറ്റ്സോളം ഒക്കെ ഡിസിൻഫെക്ട് സൊല്യൂഷൻ ഉപയോഗിച്ചതിന് ശേഷം എന്താണ് ആ ഏരിയ നമ്മൾ നല്ല രീതിയിൽ റബ്ബ് ചെയ്തതിന് ശേഷം ഏതെങ്കിലും ഒരു ഡിസിൻഫെക്ട് സൊല്യൂഷൻ ഉപയോഗിച്ച് പിന്നെയും ഒന്നുകൂടി ക്ലീൻ ചെയ്യുക. ക്ലീൻ ചെയ്തതിന് ശേഷം എന്താണ് എല്ലാ പൊല്യൂട്ടഡ് ആയിട്ടുള്ള മെറ്റീരിയൽസും നമ്മൾ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു വേസ്റ്റ് ബാഗിലേക്കോ കണ്ടെയ്നറിലേക്കോ നമ്മളത് ഡിസ്പോസ് ചെയ്യുക. ഓക്കെ, ഇനി if the spillage is huge or including extremely infectious microorganisms, cabinet may be to be decontaminated with the formaldehyde gas by qualified staff before further use raised in forms. ഇനി നമ്മുടെ ഈ ഒരു സ്പില്ലേജ്, ഈ ലബോറട്ടറിയിലെ സ്പില്ലേജ് അത്യാവശ്യം ഹ്യൂജ് ആണെങ്കിൽ, ഹ്യൂജ് എന്ന് വെച്ചാൽ എന്താണ്? ഹ്യൂജ് മീനിങ് വലുതാണോ ചെറുതാണോ? വലുതോ ചെറുതോ? ബിഗ് അല്ലെ? യെസ്. വലിയ സ്പില്ലേജ് ആണെങ്കിൽ അതിനകത്ത് എന്തായാലും എന്തുണ്ടായിരിക്കും? അത്യാവശ്യത്തിൽ കൂടുതൽ എക്സ്ട്രീംലി ഇൻഫെക്ഷ്യസ് മൈക്രോ ഓർഗാനിസം അതിനകത്ത് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് അല്ലെ? വലിയ ഒരു ലബോറട്ടറി സ്പില്ലേജ് ആണെങ്കിൽ അതിനകത്ത് എന്താണ്? സൂക്ഷ്മജീവികള് കൂടുതൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അല്ലെ? യെസ്, മൈക്രോ ഓർഗാനിസത്തിന്റെ എക്സ്ട്രീം ആയിട്ടുള്ള എണ്ണം കൂടാൻ സാധ്യതയുണ്ട്. അപ്പൊ അതിനാൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? Cabinet may need to be decontaminated with the formaldehyde gas by qualified staff before further use and raised in form. അപ്പൊ ഇത്തരത്തിൽ വലിയ സ്പില്ലേജ് ആണെങ്കിൽ നമ്മൾ ആ ഒരു ലാബുകളുടെ ആ ക്യാബിനറ്റുകളെല്ലാം തന്നെ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? ഫോർമാൽഡിഹൈഡ് ഗ്യാസ് ഉപയോഗിച്ചുകൊണ്ട് ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്റ്റാഫ് ആയിരിക്കണം അത് എന്ത് ചെയ്യേണ്ടത്? ഡീകണ്ടാമിനേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അതായത് ക്യാബിനറ്റുകൾ, അതായത് എക്സ്ട്രീം ഹ്യൂജ് ആയിട്ടുള്ള ഒരു സ്പില്ലേജ് വേസ്റ്റ് ആണെങ്കിൽ നമ്മൾ എന്താണ് ആ ക്യാബിനറ്റ് നമ്മൾ നല്ല രീതിയിൽ ഡീകണ്ടാമിനേറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഗ്യാസ് ഏതാണ്? ഫോർമാൽഡിഹൈഡ് ഗ്യാസ് ഉപയോഗിച്ചിട്ട് ഒരു ക്വാളിഫൈഡ് സ്റ്റാഫ് ആയിരിക്കും അത് ഡീകണ്ടാമിനേറ്റ് ചെയ്യുന്നത് കേട്ടോ. അതിനുശേഷം ലാസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? അതുമായി ബന്ധപ്പെട്ടുള്ള ഇൻസിഡന്റ് ഫോംസുകൾ നമ്മൾ തയ്യാറാക്കുക. ഓക്കെ, മനസ്സിലായോ? യെസ്. ഓക്കെ, ഒന്നുകൂടി ശ്രദ്ധിക്കാം. സ്പിൽ ഇൻ ദ ലബോറട്ടറി ഏരിയ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? യൂസ് PPE. ഇവിടെ എന്തൊക്കെ PPE ആണ് നമ്മൾ ധരിക്കുന്നത്? ലാബ് കോട്ട്, കെമിക്കൽ റെസിസ്റ്റന്റ് ഗ്ലൗസ്, സേഫ്റ്റി ഗ്ലാസസ് ആൻഡ് മാസ്ക്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ എന്താണ്? നോട്ടിഫൈ ഓൾ പേഴ്സൺസ് ആൻഡ് ഇമ്മീഡിയറ്റ് ഏരിയ ആൻഡ് വെക്കേറ്റ് ദ ഏരിയ. ഞാൻ സ്പില്ല് നമുക്ക് കവർ ചെയ്യേണ്ടതുണ്ട്. കവർ ചെയ്യാനായിട്ട് നമ്മൾ ഡിസിൻഫെക്റ്റന്റ് ഉപയോഗിക്കുന്നുണ്ട്, കീടനാശിനി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഏതാണ് ഉപയോഗിക്കുന്നത്? ഹൈപ്പോക്ലോറൈഡ് സൊല്യൂഷനിൽ നമ്മൾ 1% ക്ലോറിനും 80% എത്തനോൾ ഉപയോഗിച്ചിട്ട് 10 to 30 മിനിറ്റ്സ് നമ്മളത് ലീവ് ചെയ്യുന്നു. അതിനുശേഷം എന്താണ്? ഏതെങ്കിലും ഡിസിൻഫെക്റ്റന്റ് സൊല്യൂഷൻ ഉപയോഗിച്ചുകൊണ്ട് അതിനെ നല്ല രീതിയിൽ റബ്ബ് ചെയ്യുന്നു, ക്ലീൻ ചെയ്യുന്നു. ക്ലീൻ ചെയ്തതിനു ശേഷം ആ പൊല്യൂട്ടഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് നമ്മൾ ലേബിൾ ചെയ്തിരിക്കുന്ന ബാഗിലേക്ക് നീക്കം ചെയ്യുന്നു. ഇനി അത്യാവശ്യം വലിയ സ്പില്ലേജ് ആണെങ്കിൽ, വലിയ ഹ്യൂജ് ആയിട്ടുള്ള സ്പില്ലേജ് ആണെങ്കിൽ അതിലെന്താണ്? ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസത്തിന് അതിന്റെ എണ്ണം കൂടാനുള്ള ഒരു സാധ്യത ഉണ്ടല്ലേ? അപ്പൊ അതിനാൽ തന്നെ നമ്മളൊരു ഫോർമാൽഡിഹൈഡ് ഗ്യാസ് ഉപയോഗിച്ചിട്ടായിരിക്കണം അതിന്റെ ആ ലാബുകളുടെ ക്യാബിനറ്റുകളെല്ലാം തന്നെ ക്ലിയർ ചെയ്യേണ്ടത്, ഡീകണ്ടാമിനേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അതിനുശേഷം ലാസ്റ്റ് എന്താണ്? അതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട്സുകൾ സമർപ്പിക്കും. ഓക്കെ, മനസ്സിലായോ? സ്പില്ലിംഗ് ലബോറട്ടറി ഏരിയ എല്ലാവർക്കും ക്ലിയർ ആണോ?
ഓക്കെ, ഇനി പിള്ളേരെ നമ്മുടെ ലാസ്റ്റ് ടൈപ്പ് ഏതാണ്? ഏഴാമത്തെ ടൈപ്പ് സ്പില്ലേജ് വേസ്റ്റ് ഏതാണ്? ഏഴാമത്തെ ടൈപ്പ് ഫാർമസ്യൂട്ടിക്കൽ സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് അല്ലെ? ഫാർമസ്യൂട്ടിക്കൽ മെറ്റീരിയൽസുമായി ബന്ധപ്പെട്ട് വരുന്ന സ്പില്ലേജ് വേസ്റ്റ് ആണ് അല്ലെ? സ്റ്റെപ്സ് ടു ടേക്കൺ ഫോർ മാനേജിങ് ഫാർമസ്യൂട്ടിക്കൽ സ്പില്ലേജ് വേസ്റ്റ് ആണ്. അപ്പൊ അതിന്റെ സ്റ്റെപ്പ് ഒക്കെ എന്തൊക്കെയായിരിക്കും? ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? യൂസ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്, PPE വെയർ ചെയ്യുക. പേഴ്സൺ ഷുഡ് യൂസ് suitable PPE like gloves, goggles and respirators before going to the spill and prevent contact with the dangerous substance. Dangerous substance നമുക്ക് നേരിട്ട് സമ്പർക്കം വരാത്ത രീതിയിൽ നമ്മൾ എന്താണ് എല്ലാ PPE ധരിച്ചിട്ടായിരിക്കണം അതുമായിട്ട് conduct ചെയ്യേണ്ടത്. Okay. Then contain the spill. Use absorbent materials such as spill kits to contain the spill and prevent from spreading. Put the materials in a labeled hazard bag or container for disposal. Okay. നമ്മൾ എന്താണ് PPE ധരിച്ചതിന് ശേഷം ആപ്റ്റ് ആയിട്ടുള്ള സ്പിൽ കിറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് സ്പില്ല് നമ്മൾ കണ്ടെയ്ൻ ചെയ്ത് അതിന് ആപ്റ്റ് ആയിട്ടുള്ള ഡിസ്പോസൽ ബാഗിലേക്ക് അത് നീക്കം ചെയ്യണം. അതിനുശേഷം ആ ഏരിയ നമ്മൾ ഏതെങ്കിലും ഒരു ഡിസിൻഫെക്റ്റന്റ് സൊല്യൂഷൻ ഉപയോഗിച്ച് എന്താണ് ക്ലീൻ അപ്പ് ചെയ്യുക. ക്ലീൻ അപ്പ് ചെയ്യുമ്പോഴൊക്കെ എങ്ങനെയാണ് മാനുഫാക്ചറിംഗ് ഡയറക്ഷൻസ് ഒക്കെ ഉപയോഗിച്ചിട്ടായിരിക്കണം നമ്മൾ ആ ഏരിയ പെട്ടെന്ന് ക്ലീൻ ചെയ്യേണ്ടത്. ഓക്കെ, മാത്രമല്ല ക്ലീനിങ്ങിന്റെ സമയത്ത് ഇത്തരം മെറ്റീരിയൽസ് ഒന്നും തന്നെ സ്പ്രെഡ് ആവാത്ത ഫാർമസ്യൂട്ടിക്കൽ മെറ്റീരിയൽസ് ഒന്നും തന്നെ സ്പ്രെഡ് ആവാത്ത രീതിയിലായിരിക്കണം നമുക്ക് ക്ലീൻ ചെയ്യേണ്ടത്. ക്ലീൻ ചെയ്തതിനു ശേഷം എന്താണ് ഫാർമസ്യൂട്ടിക്കൽ പേസ്റ്റുമായി കോൺടാക്ട് വരുന്ന എല്ലാ മെറ്റീരിയൽസും നമ്മൾ ലേബൽ ചെയ്തിരിക്കുന്ന ബാഗിലേക്കോ കണ്ടെയ്നറിലേക്കോ ലോക്കൽ സ്റ്റേറ്റ് ആൻഡ് ഫെഡറൽ റെഗുലേഷൻ അനുസരിച്ചിട്ട് ഡിസ്പോസ് ചെയ്യുക. ലാസ്റ്റ് വൺ എന്താണ്? റിപ്പോർട്ട് ദ spill should be intimated to the concerned person for documentation and investigation. Okay, എളുപ്പമല്ലത്? യെസ്, ഫാർമസ്യൂട്ടിക്കൽ സ്പില്ലേജ് വേസ്റ്റ് നമ്മൾ 7 ടൈപ്സ് ആണ് പഠിച്ചത് കേട്ടോ. ഏതൊക്കെയാണ് പിള്ളേരെ 7 ടൈപ്പ്? ഫസ്റ്റ് പഠിച്ച ഏതാണ് നമ്മള്? ഞാൻ പറഞ്ഞോളാം, നിങ്ങൾ ടൈപ്പ് ചെയ്യുന്ന കമ്പിട്ടാലും മതി. യെസ്, ഫസ്റ്റ് വൺ ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ് അല്ലെ? സെക്കൻഡ് എന്താണ്? മെർക്കുറി സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്. തേർഡ് ഷാർപ്പ് സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്. ഫോർത്ത് എന്താണ്? കെമിക്കൽ സ്പില്ലേജ് വേസ്റ്റ്, റേഡിയോ ആക്റ്റീവ് സ്പില്ലേജ് വേസ്റ്റ്, spill in laboratory area and microbial culture, and pharmaceutical spillage waste management. Okay, എല്ലാത്തിന്റെ ഏകദേശം സ്റ്റെപ്പ് ഒക്കെ ഒന്ന് തന്നെയല്ലേ പിള്ളേരെ? ഏകദേശം ഒന്ന് തന്നെയാണ്. സൊല്യൂഷന്റെ പേരുകളും ചിലതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പുകളിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. പഠിക്കാൻ അത് എളുപ്പമാണ് കേട്ടോ. യെസ്, റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് എന്ന 6th ചാപ്റ്റർ ആരെങ്കിലും എടുത്തോ? റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് 6th ചാപ്റ്റർ ഇല്ല. അതുകൂടി കഴിഞ്ഞിട്ട് നമുക്ക് ടെർമിനോളജി സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. മെഡിക്കൽ ടെർമിനോളജി റേഡിയോളജിന്റെ കഴിഞ്ഞിട്ട്. ഓക്കെ, ടൈപ്സ് എല്ലാവർക്കും മനസ്സിലായല്ലോ? എല്ലാവർക്കും ക്ലിയർ അല്ലേ? ഇപ്പൊ നമ്മൾ 7 ടൈപ്പുകൾ പഠിച്ചു. ഇനി ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ട് നമുക്ക് സ്റ്റാഫുകൾക്ക് എന്ത് കൊടുക്കണം? ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻസ് കൊടുക്കണം കേട്ടോ. 7 ടൈപ്സ് ഏതൊക്കെയാന്ന് പറഞ്ഞാൽ ഈ 7 ടൈപ്പും എങ്ങനെയൊക്കെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത്, എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ആണ് അതിൽ ഉപയോഗിക്കേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ട് നമുക്ക് വേസ്റ്റ് ഹാൻഡിൽ ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് എന്ത് കൊടുക്കണം? ട്രെയിനിങ്ങും എഡ്യൂക്കേഷൻസും പ്രൊവൈഡ് ചെയ്യേണ്ടതുണ്ട്. ആ ഒരു ഭാഗമാണ് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. Training and education for spillage waste management for staff. Here's some important aspects of training and education for spillage waste management in hospital. First step എന്ന് പറയുന്നത് identification of spillage waste. Proper training should be given to the health workers to identify various types of spillage waste and relate the risk and danger. Okay, അപ്പൊ നമ്മളിതില് ആദ്യം കൊടുക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഏത് സ്റ്റാഫുകൾക്ക് ആദ്യം എന്ത് മനസ്സിലാവണം? ഇതിൽ 7 എണ്ണത്തിൽ ഇത് ഏത് വേസ്റ്റ് ആണ് നമുക്ക് കണ്ടാൽ മനസ്സിലാവണം അല്ലെ? ഏത് ടൈപ്പ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ് ആണെന്നാണ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. 7 ടൈപ്സിൽ ഏതാണെന്നുള്ളത് മാത്രമല്ല അതുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് അതിൽ എന്തൊക്കെ റിസ്ക്കും എന്തൊക്കെ ഡേഞ്ചർ ഉണ്ടായിരിക്കും എന്ന്
കൂടി അവർക്ക് വിലയിരുത്താൻ പറ്റുന്ന രീതിയിലുള്ള പരിശീലനങ്ങൾ നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ട്രെയിനിങ്സ് ആർക്ക് പ്രൊവൈഡ് ചെയ്യുക, ഹെൽത്ത് വർക്കേഴ്സിന് പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, അപ്പൊ ആദ്യത്തെ ട്രെയിനിങ് പ്രോസസ്സിൽ വരുന്ന കാര്യം എന്താണ്, ഏത് സ്പില്ലേജ് വേസ്റ്റ് ആണെന്ന് അവർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. അതിൽ റിലേറ്റ് ചെയ്തിരിക്കുന്ന റിസ്ക്കും ഡേഞ്ചറസ് എന്തൊക്കെയാണെന്നുള്ളതും അവർക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റുന്ന രീതിയിലുള്ള പരിശീലനങ്ങൾ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, മനസ്സിലായോ? യെസ്. നെക്സ്റ്റ് വൺ, ഹാൻഡ്ലിംഗ് ആൻഡ് ഡിസ്പോസൽ പ്രൊസീജിയർ. ഹാൻഡ്ലിംഗ് ആൻഡ് ഡിസ്പോസൽ പ്രൊസീജിയർ. Proper training should be given to the health workers handling and disposal procedure for each type of spillage waste. This consists of the use personal protective equipment, containment of the spill and proper disposal of the waste. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, എങ്ങനെയൊക്കെയാണ് ഓരോ ടൈപ്പ് ഓഫ് സ്പില്ലേജും നമ്മൾ മാനേജ് ചെയ്യുന്ന പ്രൊസീജിയർ എങ്ങനെയാണ് അല്ലെ, ഡിസ്പോസ് ചെയ്യുന്ന പ്രൊസീജിയർ എങ്ങനെയാണ്. അതായത് ഓരോ ടൈപ്പിന് എന്താണ്, ഓരോ രീതിയിലാണ് അത് ഡിസ്പോസ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഹാൻഡ്ലിംഗ് പ്രൊസീജിയർ എങ്ങനെയാണ്, അതെങ്ങനെയാണ് ഡിസ്പോസ് ചെയ്യേണ്ടത്, ഏത് ബാഗിലേക്കാണ് അത് മാറ്റേണ്ടത്, ഏതൊക്കെ PP ആണ് അവിടെ ധരിക്കേണ്ടത്, എങ്ങനെയാണ് ആ സ്പില്ല് കണ്ടെയ്ൻ ചെയ്യേണ്ടത്, ഏത് വേസ്റ്റ് ബാഗിലേക്കാണ് അത് പ്രോപ്പർ ആയിട്ട് ഡിസ്പോസ് ചെയ്യേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ട് നമുക്ക് സ്റ്റാഫുകൾക്ക് എന്ത് കൊടുക്കണം, ട്രെയിനിങ്സുകൾ പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, മനസ്സിലായോ? ഹാൻഡ്ലിംഗ് ആൻഡ് ഡിസ്പോസൽ പ്രൊസീജിയറിനെ കുറിച്ചിട്ട് മതിയായ രീതിയിൽ സ്റ്റാഫുകൾക്ക് പരിശീലനം കൊടുക്കുക. ഓക്കെ, next one, response plan. Response plan. Hospital must maintain a response plan in place for spillage incidents. Healthcare workers should be given training in the steps of the response plan that include who to contact, how to contain the spill, and how to clear the discard the waste. ഇനി ഒരു റെസ്പോൺസ് പ്ലാനുമായി ബന്ധപ്പെട്ട് അവർക്ക് പരിശീലനം കൊടുക്കേണ്ടതുണ്ട്. അതായത് നമുക്കറിയാം ചില സ്പില്ലേജ് ഇൻസിഡൻസുകൾ അല്ലെങ്കിൽ എന്താ പറയാ, ചില നമ്മൾ പഠിച്ചതിൽ പലതും പല രീതിയിൽ കോണ്ടാക്ട് ചെയ്യേണ്ട മെറ്റീരിയൽസ് ആണ് അല്ലെ. അപ്പൊ അതിനെങ്ങനെയാണ് ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇത് കണ്ടെയ്ൻ ചെയ്യുന്നത്, ഏത് വേസ്റ്റിലേക്കാണത്, ഏത് ബാഗിലേക്കാണത് ഡിസ്കാർഡ് ചെയ്യുന്നത് എന്നതുമായി ബന്ധപ്പെട്ട്, അതായത് ഓരോ ടൈപ്പിലും നമ്മൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യണം അല്ലെ എന്നതുമായി ബന്ധപ്പെട്ട് എന്താണ് സ്റ്റാഫുകൾക്ക് നമ്മൾ വേണ്ട രീതിയിൽ പരിശീലനങ്ങൾ പ്രൊവൈഡ് ചെയ്യുക കേട്ടോ. യെസ്, മനസ്സിലായോ? ഓരോ സ്പില്ലേജ് ഇൻസിഡൻസുമായി ബന്ധപ്പെട്ട് അവർ എങ്ങനെ അതിൽ റെസ്പോണ്ട് ചെയ്യണം എന്നതുമായി ബന്ധപ്പെട്ടാണ് നമുക്ക് അവർക്ക് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ്സുകൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഓക്കെ, ക്ലിയർ ആണോ? യെസ്. ദെൻ കമ്മ്യൂണിക്കേഷൻ. എന്താണ് കമ്മ്യൂണിക്കേഷൻ? Communication is necessary for a successful spillage waste management. ഒരു പ്രോപ്പർ ആയിട്ടുള്ള സക്സസ്ഫുൾ ആയിട്ടുള്ള സ്പില്ലേജ് വേസ്റ്റ് ഹാൻഡിൽ ചെയ്യണമെങ്കിൽ നമുക്ക് എന്താണ്, നല്ല രീതിയിലുള്ള ഒരു ആശയവിനിമയം ആവശ്യമാണ് അല്ലെ. യെസ്. Proper training should be given to health workers to communicate effectively with each other and with other departments like environmental service to make sure that spillage waste is properly handled and discarded. അതായത് നമുക്ക് പറഞ്ഞു വരുന്നത് വിജയകരമായിട്ടുള്ള ഒരു മാലിന്യ സംസ്കരണത്തിന് നമുക്ക് ആശയവിനിമയം ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. അതായത് അതർ ഡിപ്പാർട്ട്മെന്റ്സുമായിട്ട് നമ്മൾ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് എന്താണ് അതർ ഡിപ്പാർട്ട്മെന്റ്സുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതുണ്ട് അല്ലെ. പല പല ഡിപ്പാർട്ട്മെന്റ്സിൽ നിന്നാണ് നമ്മൾ സ്പില്ലേജ് വേസ്റ്റ് ഹാൻഡിൽ ചെയ്യുന്നതിനാൽ തന്നെ എന്താണ് ഇത്തരം ഡിപ്പാർട്ട്മെന്റ്സുമായിട്ട് ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നമുക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ എന്താണ് പ്രത്യേകിച്ച് ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ്സ് ആണ്, എൻവയോൺമെന്റൽ സർവീസസ് പോലുള്ള ഹോസ്പിറ്റൽ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റുമായിട്ട് നല്ല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ നിലനിർത്തണം. മാത്രമല്ല എങ്ങനെയാണ് ആ സ്പില്ലേജ് വേസ്റ്റ് പ്രോപ്പർ ആയിട്ട് ഹാൻഡിൽ ചെയ്യേണ്ടത്, ഡിസ്കാർഡ് ചെയ്യേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ട് സ്റ്റാഫുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് നല്ല രീതിയിലുള്ള ആശയവിനിമയം നടത്തുന്നതിനനുസരിച്ച് മാത്രമായിരിക്കും അവർക്കത് സക്സസ്ഫുൾ ആയിട്ട് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ വിജയകരമായിട്ട് നമുക്കൊരു മാലിന്യം സംസ്കരിക്കണമെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ അവിടെ അതർ ഡിപ്പാർട്ട്മെന്റ്സുമായിട്ട് ആവശ്യമാണ്. മനസ്സിലായോ? ഇനി നമ്മളതില് ലാസ്റ്റ് സ്റ്റെപ്പിൽ പഠിക്കുന്നുണ്ട് അല്ലെ, ഒരു റെക്കോർഡ് അല്ലെ റിപ്പോർട്ട് തയ്യാറാക്കാനായിട്ട്. ഈ റിപ്പോർട്ട് തയ്യാറാക്കാനും വേണ്ടിയിട്ട് സ്റ്റാഫുകൾക്ക് നമ്മൾ എന്താണ് പരിശീലനം കൊടുക്കേണ്ടതുണ്ട് അല്ലെ. എങ്ങനെയാണ് ആ റിപ്പോർട്ട്, ആ ഇൻസിഡന്റ് ഫോംസുകൾ എങ്ങനെ തയ്യാറാക്കണം, എന്തൊക്കെയാണ് അത് രേഖപ്പെടുത്തേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ടും നമ്മൾ ട്രെയിനിങ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെ.
record keeping, enough training given to the health workers in record keeping procedure of spillage waste. This consists of the documentation of the spill, the kind of waste, the handling and disposal procedure used, and any follow-up actions taken. അപ്പോൾ റെക്കോർഡിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളായിരിക്കും ഈ ഹെൽത്ത് കെയർ വർക്കേഴ്സ് രേഖപ്പെടുത്തേണ്ടത്? ആ സ്പില്ലേജുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്റേഷൻ ആണ് അതിൽ വരുന്നത് അല്ലെ. അതായത് ഏത് ടൈപ്പ് ഓഫ് വേസ്റ്റ് ആണെന്ന് രേഖപ്പെടുത്തണം, അതിന്റെ ടൈം, ലൊക്കേഷൻ, ഡേറ്റ്, അതേപോലെ തന്നെ ഏത് ഹാൻഡ്ലിംഗ് പ്രൊസീജിയർ ആണ് നമ്മൾ അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി എന്തെങ്കിലും ഫോളോ അപ്പ് ആക്ഷൻസ് ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ എന്തിൽ രേഖപ്പെടുത്തിയിരിക്കണം? റെക്കോർഡില് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കണം. അപ്പൊ റെക്കോർഡ് എങ്ങനെയാണ് പ്രിപ്പയർഡ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചിട്ട് നമ്മൾ സ്റ്റാഫുകൾക്ക് ട്രെയിനിങ്സ് പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, ക്ലിയർ? യെസ്. ഓക്കെ, അടുത്തത് ഒരു സ്റ്റെപ്പ് കൂടിയുണ്ട്. ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് നമ്മൾ ഓൺഗോയിങ് എഡ്യൂക്കേഷൻസ് പ്രൊവൈഡ് ചെയ്യണം. എന്താണ് ഓൺഗോയിങ് എഡ്യൂക്കേഷൻസ് പിള്ളേരെ? ഓൺഗോയിങ് എഡ്യൂക്കേഷൻസ് spillage waste management training should be continuous and modernized to reflect the change in procedures, regulations and best practice. അതായത് ഓൺഗോയിങ് എഡ്യൂക്കേഷൻ നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ മാലിന്യ സംസ്കരണം ഏറ്റവും വിജയകരമായിട്ട് കൊണ്ടുപോകുന്നതിന് അവർക്ക് നിരന്തരമായിട്ട് നമ്മൾ എന്താണ് പ്രാക്ടീസ് കൊടുക്കേണ്ടതുണ്ട് അല്ലെ. അതായത് അവർക്ക് ഏറ്റവും ഇപ്പൊ നമുക്കറിയാം ഈ ഒരു കാലഘട്ടത്തിൽ നമ്മളിപ്പോ സ്പില്ലേജ് വേസ്റ്റ് മാനേജ് ചെയ്യാനായിട്ട് പുതിയ ന്യൂ ടെക്നോളജീസ് ഒക്കെ വന്നിട്ടുണ്ട്. വേസ്റ്റ് പ്രോപ്പർ ആയിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് ന്യൂ ടെക്നോളജീസ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് അല്ലെ, അതിനൊക്കെ ഭാഗമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അതിന്റെ പ്രൊസീജിയറുകൾ എങ്ങനെയാണ്, അതെങ്ങനെയാണ് ഈ കാലഘട്ടത്തിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ട് മോഡേണൈസ്ഡ് ആയിട്ടുള്ള ഒരുപാട് ടെക്നോളജീസ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. വേസ്റ്റ് ഹാൻഡിൽ ചെയ്യുന്നതിന് മാത്രം നമ്മൾ ലാസ്റ്റ് ഭാഗത്ത് പഠിക്കുന്നു. അപ്പൊ അതൊക്കെ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് അതുമായി ബന്ധപ്പെട്ട് നിരന്തരം നമുക്ക് എന്ത് കൊടുക്കണം? സ്റ്റാഫുകൾക്ക് നമ്മൾ പ്രാക്ടീസ് കൊടുക്കണം, അല്ലെങ്കിൽ ട്രെയിനിങ്സ് കൊടുക്കേണ്ടതുണ്ട്. എന്നിരുന്നാൽ മാത്രം അവർക്ക് എന്താണ് വേസ്റ്റ് ഹാൻഡ്ലിംഗ് പ്രൊസീജിയേഴ്സ് ഏറ്റവും മനോഹരമായിട്ട് അല്ലെങ്കിൽ ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അതായത് നിരന്തരമായിട്ടൊരു ഫോളോ അപ്പ് ഉണ്ടായിരിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. മനസ്സിലായോ? മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് നമ്മൾ സ്റ്റാഫുകൾക്ക് പരിശീലനം തുടർച്ചയായിട്ട് നൽകേണ്ടത് ആവശ്യകതയുണ്ട് അല്ലെ. Effective training and education for spillage waste management will minimize the risk and hazards related with spillage waste in hospitals and make sure that safety of healthcare workers, patients and the environment. Okay, അപ്പൊ നമ്മൾ ഈ സ്റ്റാഫുകൾക്ക് എഫക്റ്റീവ് ആയിട്ട് ട്രെയിനിങ്സ് കൊടുക്കുന്നതിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ആ സ്പില്ലേജ് വേസ്റ്റിന്റെ റിസ്ക് മിനിമൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലെ. അത്തരത്തിലുള്ള ഒരു വലിയ റിസ്കിനെ നമ്മൾ മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്റ്റാഫുകൾക്ക് വേണ്ട രീതിയിൽ പരിശീലനങ്ങൾ കൊടുത്ത് അവരെ കൊണ്ട് ഏറ്റവും എഫക്റ്റീവ് ആയ രീതിയിൽ അതൊക്കെ ഹാൻഡിൽ ചെയ്യിപ്പിക്കുന്നത്. ഓക്കെ, മാത്രമല്ല നമുക്കറിയാം ഈ വേസ്റ്റ് റിലേറ്റ് ചെയ്ത് വരുന്ന ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ട്. അതെല്ലാം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടും അതേപോലെ തന്നെ ഹെൽത്ത് കെയർ വർക്കേഴ്സിനും പേഷ്യൻസിനും എൻവയോൺമെന്റിനും യാതൊരു വിധത്തിലുള്ള അപകടങ്ങൾ ഇല്ലാതാക്കുന്നതിന് വേണ്ടി എല്ലാ സുരക്ഷാ സംവിധാനങ്ങളും ഉറപ്പുവരുത്തിക്കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ വേസ്റ്റ്സ് ഹാൻഡിൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതിനാൽ തന്നെ എന്താണ് മതിയായ രീതിയിലുള്ള പരിശീലനം ആർക്ക് നമ്മൾ കൊടുക്കേണ്ടതുണ്ട്? ഹെൽത്ത് കെയർ വർക്കേഴ്സിനെ കൊടുക്കേണ്ടതുണ്ട്. മാത്രമല്ല പരിശീലനം കൊടുക്കുന്നതോടൊപ്പം തന്നെ എന്താണ് നിരന്തരം തുടർച്ചയായിട്ട് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് അതായത് വേണ്ട രീതിയിൽ പ്രാക്ടീസുകൾ എപ്പോഴും കൊടുത്തുകൊണ്ടേയിരിക്കുക. പിന്നെ മോഡേണൈസ്ഡ് ആയിട്ട് ടെക്നോളജീസിനെ കുറിച്ചിട്ട് വേസ്റ്റ് ഹാൻഡിൽ ചെയ്യാനുള്ള ബ്രേക്ക് ഡൗൺ ചെയ്യാനുള്ള പുതിയ ടെക്നോളജീസ് ഒക്കെ ഉപയോഗിക്കുന്നത് എങ്ങനെയാണ് എന്നതിനെ കുറിച്ചിട്ടും വ്യക്തമായ രീതിയിലൊക്കെ പരിശീലനങ്ങൾ കൊടുക്കുന്നത് വഴി നമുക്ക് ഒരു പരിധി വരെ ഹോസ്പിറ്റലിലെ വേസ്റ്റസുകൾ നല്ല രീതിയിൽ നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അതോടൊപ്പം ഹെൽത്ത് കെയർ വർക്കേഴ്സിന്റെയും പേഷ്യൻസിന്റെയും എൻവയോൺമെന്റിന്റെയും പ്രൊട്ടക്ഷൻ ഉറപ്പുവരുത്താനും സാധിക്കുന്നു. ഓക്കെ, ഒന്നുകൂടി പറയാം കേട്ടോ. ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻ ഫോർ സ്പില്ലേജ് വേസ്റ്റില് ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഐഡന്റിഫിക്കേഷൻ ഓഫ് സ്പില്ലേജ് വേസ്റ്റ് ആണ്. സ്റ്റാഫുകൾക്ക് നമ്മൾ ആദ്യം പരിശീലനം കൊടുക്കുമ്പോൾ ഏത് ടൈപ്പ് ഓഫ് സ്പില്ലേജ് ആണെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം, അതിന്റെ റിസ്ക് എന്താണെന്ന് അറിയാൻ പറ്റും. പിന്നെ അതിന്റെ ഹാൻഡ്ലിംഗ് പ്രൊസീജിയേഴ്സ് എങ്ങനെയാണെന്ന് നമുക്ക് പരിശീലനം കൊടുക്കണം. ദെൻ അതേപോലെ തന്നെ റെസ്പോൺസ് ആണ്, ഏത് സ്പില്ലേജുമായിട്ട് എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യേണ്ടത്, അവിടെ ഏത് മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് അത് കണ്ടെയ്ൻ ചെയ്യേണ്ടത്, ഏത് ബാഗിലേക്കാണ് അത് ഡിസ്പോസ് ചെയ്യേണ്ടത്, ഓക്കെ എന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് പരിശീലനം കൊടുക്കുക. ദെൻ എഫക്റ്റീവ് ആയിട്ടൊരു കമ്മ്യൂണിക്കേഷൻ അവിടെ ഉണ്ടായിരിക്കണം. ആരൊക്കെ തമ്മിലാണ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവേണ്ടത്? വിജയകരമായിട്ടൊരു മാലിന്യ സംസ്കരണത്തിന് അതർ ഡിപ്പാർട്ട്മെന്റ്സുമായിട്ട് നമുക്ക് നല്ല രീതിയിലുള്ള കോർപ്പറേഷൻ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം. എന്നിരുന്നാൽ മാത്രമേ നമുക്ക് പ്രോപ്പർ ആയിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ റിപ്പോർട്ട് മേക്കിങ്ങിനെ കുറിച്ച് അല്ലെ, ഒരു സ്പില്ലേജ് വേസ്റ്റുമായി ബന്ധപ്പെട്ട് വരുന്ന റിപ്പോർട്ട് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത്, അതിന്റെ
കംപ്ലീറ്റ് ഡീറ്റെയിൽസ്, കംപ്ലീറ്റ് ഡിസ്ക്രിപ്ഷൻസിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ സ്റ്റാഫുകൾക്ക് നമ്മൾ അതുമായി ബന്ധപ്പെട്ട പരിശീലനങ്ങൾ കൊടുക്കുക. പിന്നെ ഓൺഗോയിങ് എഡ്യൂക്കേഷൻസ്, സ്പില്ലേജ് വേസ്റ്റുമായി ബന്ധപ്പെട്ട് തന്നെ നിരന്തരമായിട്ട് തുടർച്ചയായിട്ട് അവർക്ക് പരിശീലനങ്ങൾ നൽകുക, അല്ലെങ്കിൽ പ്രാക്ടീസസ് കൊടുക്കുക. ഓക്കെ, ക്ലിയർ ആണോ? വായിച്ചു നോക്കി നിങ്ങൾ, അതൊന്ന് വായിച്ചു നോക്കി. Okay. Next. Okay. നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് റെഗുലേറ്ററി ഫ്രെയിംവർക്ക് ആൻഡ് കംപ്ലൈൻസ് ഫോർ സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്. ഓക്കെ, നമ്മൾ ആദ്യം തുടങ്ങി പറയുന്നുണ്ട് സ്റ്റേറ്റ് ആൻഡ് ഫെഡറൽ റെഗുലേഷൻ റൂൾസുകൾ എന്നൊക്കെ പറഞ്ഞ് പറയാറുണ്ട് അല്ലെ. നമുക്ക് ഈ പറഞ്ഞ എല്ലാ വേസ്റ്റസും, അതായത് സ്പില്ലേജ് വേസ്റ്റ് അല്ലെങ്കിൽ ഡേഞ്ചറസ് ആയിട്ടുള്ള വേസ്റ്റസ് ഒക്കെ നമുക്ക് നീക്കം ചെയ്യണമെങ്കിൽ ഇതിനു വേണ്ടി മാത്രമായിട്ട് കുറച്ച് ഓതറൈസ്ഡ് ആയിട്ടുള്ള അതോറിറ്റികളുണ്ട് അല്ലെ. അവർ പറയുന്ന ആ ചട്ടക്കൂടുകൾ പ്രകാരം അല്ല ഫ്രെയിംവർക്സിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പ്രകാരം മാത്രമേ നമുക്ക് ഈ വേസ്റ്റസുകൾ നീക്കം ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? അവർ പറഞ്ഞ മാനദണ്ഡങ്ങൾ അനുസരിച്ചിട്ടല്ല നമ്മൾ ഈ വേസ്റ്റസുകൾ നീക്കം ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്തെല്ലാം കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും? ഹോസ്പിറ്റലിന് വലിയൊരു ലയബിലിറ്റി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഫീസ് ആൻഡ് പെനാൽറ്റീസ് അടക്കേണ്ടതുണ്ട്. ചിലപ്പോൾ ഹോസ്പിറ്റലിന്റെ പ്രവർത്തനം തന്നെ എന്താണ് ഇല്ലാതാക്കുക, അല്ലെങ്കിൽ ഹോസ്പിറ്റൽ കൂട്ടാനായിട്ടുള്ള സാധ്യത കൂടി എങ്ങനെയുണ്ട്. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞ മാനദണ്ഡങ്ങൾ സ്വീകരിച്ചിട്ടല്ല നമ്മള് വേസ്റ്റുകൾ ഹാൻഡിൽ ചെയ്തില്ലെങ്കിൽ ഹോസ്പിറ്റലിന് പല രീതിയിലുള്ള ലീഗൽ ആയിട്ടുള്ള കോംപ്ലിക്കേഷൻസും അതർ കോംപ്ലിക്കേഷൻസും നേരിടാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവും. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് ഹോസ്പിറ്റൽ ഈസ് ബേസ്ഡ് ഓൺ റെഗുലേറ്ററി ഫ്രെയിംവർക്ക് വിച്ച് എയിംസ് ടു എൻഷുർ കംപ്ലൈൻസ് വിത്ത് എൻവയോൺമെന്റൽ ആൻഡ് പബ്ലിക് ഹെൽത്ത് ഗൈഡ് ലൈൻസ്. അതായത് നമ്മൾ ഈ പറഞ്ഞ ചട്ടക്കൂടുകൾ അല്ലെങ്കിൽ ഈ ഫ്രെയിംവർക്സുകൾ നമ്മൾ മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ അതൊക്കെ സ്വീകരിക്കുന്നതിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് എന്താണ്? പബ്ലിക് ഹെൽത്തിനും എൻവയോൺമെന്റിനും യാതൊരു വിധത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാവാൻ പാടില്ല അല്ലെ. അത് പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ള രീതിയിലാണ് നമ്മൾ പല രീതിയിലുള്ള ആക്ടുകൾ അല്ലെ, പ്രത്യേകിച്ച് പരിസ്ഥിതിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടും വേസ്റ്റസുകൾ നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടും നമ്മൾ പല ആക്ടുകൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഓക്കെ, അതിന്റെ പ്രധാന ലക്ഷ്യം എന്താണ്? എൻവയോൺമെന്റിനും പബ്ലിക് ഹെൽത്തിനും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള ആക്ടുകളും നിയമങ്ങളൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത്. ഓക്കെ, അതിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പാലിക്കേണ്ട കുറച്ച് നിയമങ്ങളും ആക്ടുകളും ഏതൊക്കെയാണെന്നാണ് നമ്മൾ താഴെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. യെസ്, പറയട്ടെ ഏതൊക്കെയാണെന്ന്. ഇൻട്രൊഡക്ഷൻ പറഞ്ഞത് മനസ്സിലായോ? ഓക്കെ, ഫെഡറൽ ആൻഡ് സ്റ്റേറ്റ് റെഗുലേഷൻസ് പ്രകാരം നമുക്ക് ഹോസ്പിറ്റൽസിന് മാത്രമായിട്ട് പ്രത്യേകിച്ച് നോക്കാം. ഹോസ്പിറ്റൽ ആർ സബ്ജക്ട് ടു ഫെഡറൽ ആൻഡ് സ്റ്റേറ്റ് റെഗുലേഷൻ ഗവേണിംഗ് ദ മാനേജിംഗ് ആൻഡ് ഡിസ്പോസൽ ഓഫ് വേസ്റ്റ് ദാറ്റ് ഇൻക്ലൂഡ്സ് സ്പില്ലേജ് വേസ്റ്റ്.
ഫെഡറൽ സ്റ്റേറ്റ് റെഗുലേഷൻസ് പ്രകാരം നമ്മൾ പാലിക്കേണ്ട കുറച്ച് നിയമ അല്ലെങ്കിൽ ഇതിൽ പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് വരുന്ന 2 ആക്ടുകളാണ് അവിടെ പറയുന്നത്. 3 ആക്ടുകളെ കുറിച്ച് പറയുന്നുണ്ട്. ഫെഡറൽ സ്റ്റേറ്റ് റെഗുലേഷൻസ് പ്രകാരമുള്ള ഡേഞ്ചറസ് വേസ്റ്റ് ഡിസ്പോസലിനെ കുറിച്ചും അല്ലെങ്കിൽ സ്പില്ലേജ് വേസ്റ്റ് ഡിസ്പോസലിനെ കുറിച്ചും നമ്മൾ പാലിക്കേണ്ട കുറച്ച് ആക്ടുകളുണ്ട്. അതിൽ ആദ്യത്തേതാണ് എക്സാമ്പിൾ പറയുന്നത്. ഏതാണ്? റിസോഴ്സ് കൺസർവേഷൻ ആൻഡ് റിക്കവറി ആക്ട്, RCRA. അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ഫെഡറൽ സ്റ്റേറ്റ് റെഗുലേഷൻസിന് കീഴിൽ വരുന്ന ആക്ടുകളാണ്. ആദ്യത്തേത് ഏതാണ്? റിസോഴ്സ് കൺസർവേഷൻ ആൻഡ് റിക്കവറി ആക്ട്, RCRA. ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കണം കേട്ടോ. RCRA. ഓക്കെ, അടുത്തത് എന്താണ്? ഒക്യുപേഷണൽ സേഫ്റ്റി ആൻഡ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ, OSHA. Occupational Safety and Health Administration, OSHA. Then ഒരെണ്ണം കൂടിയുണ്ട്, blood-borne pathogen standard, blood-borne pathogen standards. Yes. Okay. അപ്പൊ ഈ ഓരോ ആക്ടുകളും എന്താണെന്നുള്ളതിന്റെ ഡീറ്റെയിൽ ആയിട്ട് അതിലൂടെ നമുക്ക് കൊടുത്തിട്ടില്ല. എന്നാലും ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ടീച്ചർ അടുത്ത ക്ലാസ്സിൽ പറയും. എന്താണ് RC ആക്ട്, എന്താണ് OSHA എന്നതിന്റെ ബേസിക് ഒരു എക്സ്പ്ലനേഷൻസ് മാത്രം ഞാൻ ഒന്ന് പറഞ്ഞുതരാം. ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് ലെക്ചർ നോട്ട് ചെയ്ത് പോയാൽ മതി കേട്ടോ. ഇതിന്റെ ബേസിക് ഫംഗ്ഷൻ എന്താണെന്ന് മാത്രം, ജസ്റ്റ് ഇതിന്റെ പേരുകൾ മാത്രമേ ഉള്ളൂ. എന്നിരുന്നാൽ പോലും നമ്മൾ എന്തിനു വേണ്ടിയാണ് ഈ ഒരു ആക്ട് കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ളൊരു ജസ്റ്റ് 2-3 പോയിന്റ്സോളം ഞാൻ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്യാം കേട്ടോ. ഈ മൂന്നെണ്ണമുള്ള അതിന് ഒരെണ്ണം കൂടി വരുന്നുണ്ട്, EPA, എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ഏജൻസി. EPA എന്ന് പറയുന്നതും എന്താണ്, അതിന്റെ എക്സ്പാൻഡഡ് ഫോം, അതിന്റെ എയിംസ് എന്താണ്, ഗോൾ എന്താണെന്ന് കൂടി നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും കേട്ടോ. ഓക്കെ, അപ്പൊ അവിടെ വരെ എടുക്കുന്നുണ്ട് കേട്ടോ. താങ്ക് യു പറഞ്ഞു കഴിയുമ്പോഴേക്കും മനസ്സിലായി പോവാണെന്ന് അല്ലെ. അപ്പൊ തന്നെ താങ്ക് യു ഇതോടെ. യെസ്, ഓക്കെ, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. പിന്നെ നമുക്ക് എന്ന് കാണും? മൺഡേ കാണാം. ഞങ്ങൾക്ക് നാളെ ഇവിടെ കോൺവൊക്കേഷൻ ആണ്. മോണ്ടിസോറി ബാച്ചസിന്റെ 3 ബാച്ചിന്റെ കോൺവൊക്കേഷൻ ഒരുമിച്ചാണ് നാളെ. അപ്പൊ നല്ല ബിസിയാണ്. ഓക്കെ, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.